ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ആദ്യമായിട്ട് കരിസ്മാറ്റിക് ധ്യാനം താമസിച്ചു കൂടുന്നത് ഭരണങ്ങാനം അസിസിയിലാണ്. നല്ല വിശുദ്ധനായ ആർമണ്ടസനാണ് ആ ധ്യാനം ലീഡ് ചെയ്തത്. അവിടുന്ന് ചില ആത്മീയ പാഠങ്ങൾ, അതിൻ്റെ ബാലപാഠങ്ങൾ സ്റ്റെപ്പ് വയ്ക്കാനായിട്ട് തുടങ്ങിയത് അവിടെ നിന്നാണ്. അതിനുശേഷം ഞാൻ എറണാകുളത്ത് കളമശ്ശേരിയിലുള്ള എമ്മാവൂസിൽ വന്ന് അവിടെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങി. ആത്മീയത ഇവിടെ രണ്ട് സ്ഥലത്തും ഞാൻ പഠിച്ചത് മുഴുവനും സഭാസ്നേഹവും പരിശുദ്ധ കുർബാനയും സഭയും കുർബാനയും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ പഠിച്ചത്. പക്ഷേ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുള്ളിൽ ഉള്ള ധ്യാന കേന്ദ്രങ്ങളിലൊന്നും സഭയുടെ കുർബാന നടക്കുന്നില്ല. സഭയുടെ കുർബാനയിലേക്ക് ആരും ചിന്ത വയ്ക്കുന്നില്ല. ഈവൻ നമ്മുടെ എമ്മാവൂസിൽ പോലും താമരവള്ളീശ്വരാണ് ഡയറക്ടർ. അച്ഛൻ കുർബാന ചൊല്ലുന്നുണ്ട്, പക്ഷെ കുർബാന ചൊല്ലുന്നത് ലത്തീൻ കുർബാനയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ പങ്കെടുത്തിട്ടില്ല, അറിയാൻ സാധിച്ചത്. ഇതിൻ്റെ എല്ലാം ഹെഡിൽ നിൽക്കുന്ന മെത്രാന്മാർ ഇതുപോലെ അറിയുന്നുണ്ട്. ഇത് PUC നിയോഗിച്ചിരിക്കുന്ന KCBC നിയോഗിച്ചിരിക്കുന്ന ഒരു മെത്രാനുണ്ട്. ആ മെത്രാൻ ഇതുപോലെ അറിയുന്നുണ്ട്. അവിടെ സുറിയാനിക്കാരൻ അച്ഛൻ, എറണാകുളം അങ്കമാലി രൂപതക്കാരൻ അച്ഛൻ ഇതാ ലത്തീൻ കുർബാന ചൊല്ലും. ലത്തീൻ കുർബാന തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അത് ശരി, ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നുണ്ട്, തെറ്റാണ്. പക്ഷെ ഞാൻ മറ്റൊരു കാര്യം കൂടി ഞാൻ ആലോചിക്കണം. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുള്ളിലുള്ള ധ്യാന കേന്ദ്രങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അവിടെ കിടന്ന് നശിക്കുക. ആളില്ല, ധ്യാനിക്കാൻ ആളില്ല, അനേകം കോടികൾ മുടക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ധ്യാനഗുരുക്കന്മാർ, ഞാൻ കൂടുതലും ബലിയർപ്പണം നടക്കുന്നത് TV-യിലൂടെയാണ്. ഗതികേട് കൊണ്ടാണ്, ഞങ്ങളുടെ പള്ളിയിൽ കുർബാനയില്ലല്ലോ, അതുകൊണ്ട് ഗതികേട് കൊണ്ടാണ്. ഈ പരിസരത്തെങ്ങും കുർബാനയില്ല, ചോദിക്കാനും പറയാനും ആളുമില്ല. അപ്പോൾ അതുകൊണ്ട് TV-യിലാണ് അത്യാവശ്യത്തിന് ഒന്ന് ആത്മീയത അല്പമെങ്കിലും കിട്ടാൻ വേണ്ടി കുർബാന ചൊല്ലുന്നത്. ആ ബലിയർപ്പണത്തിൽ ഞാൻ നോക്കിയിട്ട് ഇതുവരെ വലിയ പ്രമുഖരായ സീറോ മലബാർ സഭയിലെ പ്രമുഖരായ ശക്തരായ വചനപ്രഘോഷകരും രോഗശാന്തി ശുശ്രൂഷകരും സംഘാടകരും ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ബലിയർപ്പണമൊന്നും കാണുന്നില്ല. ഞാൻ ബലിയർപ്പണത്തിന് പങ്കെടുക്കാൻ വരുമ്പോൾ TV-യിൽ കാണുന്നില്ല. ഇനി അവർ വേറെ വല്ല പ്രോഗ്രാം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ കാണുമ്പോൾ അവരെ കാണുന്നില്ല. ഇതൊക്കെ അന്വേഷിക്കേണ്ടത് ഇപ്പോൾ സിനഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കുർബാന, ആ സിനഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പിതാവ്, ഇതിൻ്റെ ചാർജുള്ള പിതാവ് ഇതുപോലെ അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ പിതാക്കന്മാർ ഈ കാര്യം ഈ ചാർജുള്ള അച്ഛന്മാരെ അറിയിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്കുകൾ ഉപയോഗിച്ചത്. പിന്നെ ഈ കരിസ്മാറ്റിക് എന്ന് പറയുന്നത് പരിശുദ്ധവും ശ്രേഷ്ഠവുമായ പ്രസ്ഥാനവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാറ്റിക്കലാണ്, കരകളെ നാറ്റിക്കുകയാണ്. അതിൽ നിന്ന് അവരെയും ആ സ്ഥാനത്ത് മാറ്റേണ്ടവരെ മാറ്റുക, നല്ലവരെ സഭ അനുസരിക്കുന്ന മെത്രാന്മാരെ അനുസരിക്കുന്ന ആളുകൾ അപ്പോയിന്റ് ചെയ്യുക. അവരിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്ത് നടക്കുന്ന കുറേ ആളുകളൊക്കെ പള്ളിയിലെ വലിയ ആളുകളൊക്കെയാണ്. എന്നാൽ ഒരു മെത്രാനെ വിളിച്ചുകൊണ്ടൊന്ന് ഒരു പള്ളിയിൽ ഒരു കുർബാന ചെല്ലിച്ചുകൊണ്ട് ഈ ഇത്രയും മെത്രാന്മാരോട് കൂടുന്നുണ്ടല്ലോ. അവർ അങ്കമാലി അതിരൂപതയിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള കുർബാന ഈ സിനഡ് തീരുമ്പോൾ തന്നെ എല്ലാ പള്ളികളിലും പോയി ഒരു ബലിയർപ്പിക്കട്ടെ. അങ്ങനെ ധൈര്യമായിട്ട് ചെല്ല്. എവിടെ ചെല്ലുമെന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ വരാം, ആരും നിങ്ങൾ തടുക്കാൻ പോകുന്നില്ല. അങ്ങനെ തടുക്കാൻ അവിടെ വികാരിച്ചുണ്ടെങ്കിൽ ആ നിമിഷം ലോഹം ഉരിച്ചു വിടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് ചെയ്യുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.